ഹോശ 10 അധ്യായം 8 മുതൽ 15 വരെ തിരുവചനങ്ങൾ. ബറക്കുമോർ. ഇസ്രായേലിന്റെ പാപമായിരിക്കുന്ന ആവനിലെ പൂജാഗിരികൾ നശിച്ചു പോകും. മുള്ളും പറക്കാരെയും അവരുടെ ബലിപീഠങ്ങളിൽ മുളയ്ക്കും. അവർ മലകളോട് ഞങ്ങളെ മറയ്ക്കുവിനെന്നും കുന്നുകളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്നും പറയും. ഇസ്രായേലെ, ഗിബെയ കാലം മുതൽ നീ പാപം ചെയ്തിരിക്കുന്നു. അവർ അവിടെ തന്നെ നിൽക്കുന്നു. ഗിബെയയിൽ നീതി കെട്ടവരോടുള്ള യുദ്ധം അവരെ ബാധിച്ചില്ല. എന്റെ ശാസനയാൽ അവരെ ശിക്ഷിക്കും. അവരെ അവരുടെ 2 അധർമ്മങ്ങൾ നിമിത്തം ശിക്ഷിക്കുമ്പോൾ ജാതികൾ അവരുടെ നേരെ ഒരുമിച്ച് കൂടും. എഫ്രൈം മരുക്കമുള്ളതും ധാന്യം മെതിപ്പാൻ ഇഷ്ടപ്പെടുന്നതുമായ പശുക്കിടാവാകുന്നു. ഞാൻ അതിന്റെ ഭംഗിയുള്ള കഴുത്തിൽ എഫ്രൈമിനെ ഇരുത്തും. യഹൂദ ഉഴുകയും യാക്കോബ് കട്ട ഉടക്കുകയും ചെയ്യേണ്ടി വരും. നീതി വിതപ്പിൻ, കൃപയോടെ കൊയ്യുവിൻ. കർത്താവ് വന്ന് തന്റെ നീതി ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് മുമ്പായി അവനെ അന്വേഷിപ്പാൻ കാലമായിരിക്കൊണ്ട് നിങ്ങളുടെ വിളക്കുകൾ തെളിയിപ്പിൻ. നീ പാപവും നീതികേടും വിതച്ച് വ്യാജത്തിന്റെ ഫലം ഭക്ഷിച്ചിരിക്കുന്നു. നീ നിന്റെ വഴിയിലും നിന്റെ വീരന്മാരുടെ സംഘത്തിലും ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ജനത്തിൽ ഒരു നാശം വരും. യുദ്ധ ദിവസത്തിൽ ബഥേലിൽ ശൽമാൻ നശിപ്പിച്ചതുപോലെ നിന്റെ എല്ലാ കോട്ടകൾക്കും നാശം വരും. അവർ അമ്മയെ മക്കളുടെ മേൽ അടിച്ച് തകർത്തു കളഞ്ഞു. അങ്ങനെ തന്നെ അവർ തങ്ങളുടെ വലിയ ദുഷ്ടത നിമിത്തം ബഥേലിൽ വെച്ച് നിങ്ങൾക്കും ചെയ്യും. രാവിലെ ഇസ്രായേൽ രാജാവ് അശേഷം നശിച്ചു പോകും. കർത്താവേ, ഞങ്ങൾ നിന്റെ മേൽ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നടക്കേണ്ടുന്നതായ നിന്റെ വഴി ഞങ്ങളെ കാണിച്ചു തരണമേ. ആമേൻ.